ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. സ്നേഹമുള്ളവർ, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇതാണ് വിശ്വസിക്കേണ്ടത്. നമ്മുടെ ശരീരം അന്ത്യദിനത്തിൽ ഉയർക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് ഒരു പോയിന്റ്. അതോടൊപ്പം വിശ്വസിക്കേണ്ടത് ഈ അന്ത്യദിനത്തിൽ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ അവനിൽ സ്നാനം സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ അവനെ എല്ലാ ദിവസവും ഭക്ഷിക്കുന്നു. അവൻ നമ്മുടെ ഈ ശരീരത്തെ ഇപ്പോൾ തന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഈ അന്ത്യദിനത്തിലെ ഉയർപ്പിന്റെ മുൻവാസാദനം പോലെ ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തെ ആ ഉയർപ്പിന്റെ പങ്കാളിത്തത്തിലേക്ക് തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ലാസറിന്റെ വീട്ടിൽ ഈശോ അവതരിപ്പിച്ചത്. ഇതാണ് അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൽ ഉണ്ടായത്. അതാണ് അബ്രാഹാം അവരോട് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞാനും മകനും മുകളിൽ പോയി തിരിച്ചു വരും. അവൻ എങ്ങനെ തിരിച്ചു വന്നു? അവൻ മരിച്ചുയർത്തവനായി തിരിച്ചു വന്നു. അബ്രാഹാം വിശ്വസിച്ചു, എൻ്റെ ഈ കർത്താവിനെ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് അവൻ വിശ്വസിച്ചപ്പോൾ അവൻ മരിക്കാതെ തന്നെ ഉയർത്തും. ഈ ഒരു ഫിനോമിന നമ്മളിപ്പോൾ മരിക്കാതെ തന്നെ ഉയർപ്പിന്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അവനാണ് ക്രിസ്ത്യാനി. അതായത് മരിച്ചുയർത്ത ക്രിസ്തുവിന്റെ ആ ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ മരിച്ചുയർത്ത ക്രിസ്തുവിന്റെ ആ ഫിനോമിന നമ്മളിൽ സിങ്കായി, നമ്മളിൽ ലയിച്ചു. അങ്ങനെയാണ് നമ്മൾ പാപത്തിൽ നിന്ന് വിമുക്തരാവുകയും പുതിയ സൃഷ്ടിയാവുകയും ചെയ്യുന്നത്. ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, വെളിവ് നൽകണമേ, ഈ ബോധ്യം നൽകണമേ, ഈ വിശ്വാസം ഞങ്ങളിൽ വളർത്തണമേ. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് റോമർ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ, ഇപ്പോഴുള്ള ഈ മർത്യ ശരീരത്തിന് പുതുജീവൻ നൽകും. ഇപ്പോ അതാണ് ഈ പറയുന്നത് 1002. ഇതാണ് ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ അന്ത്യദിനത്തിലുണ്ടാകാനിരിക്കുന്ന ആ ഉയർപ്പ് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ തന്നെയാണ്. ആ ഉയർപ്പ് ഇപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാം. ഒന്നുകൂടി വായിക്കുമ്പോൾ മനസ്സിലാവും. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടി ഉത്ഥാനം ചെയ്തു കഴിഞ്ഞു എന്നതും സത്യമാണ്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞാലോ. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കുമെന്നത് സത്യമെങ്കിൽ ഒരു വിധത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞു എന്നതും സത്യമാണ്.
എന്തെന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ക്രിസ്തീയ ജീവിതം ഭൂമിയിൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണ്. ഇതങ്ങ് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാലുണ്ടല്ലോ, എന്തൊരു ആനന്ദമാണ്, എന്തൊരു ശക്തിയാണ്, എന്തൊരു വീര്യമാണ്, എന്തൊരു കരുത്താണ്, എന്തൊരു ആത്മധൈര്യമാണ്. മാമോദീസ വഴി, അതിൻ്റെ അടുത്ത സ്റ്റാൻസയിൽ ചെറിയ മാമോദീസ വഴി നിങ്ങൾ അവനോട് കൂടെ 557 എന്ന് പറഞ്ഞാൽ കൊളോസ്യ ലേഖനം 2:12 കൊളോസോസ് ലേഖനത്തിലെ ഭാഗങ്ങൾ സംശീകരിച്ചിട്ടുള്ള പഠനമാണ്. മാമോദീസ വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്നും അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. അപ്പോൾ ഇതാണ് മാമോദീസായിലൂടെ സംഭവിക്കുന്നത്. മാമോദീസ വഴി ക്രിസ്തുവിനോട് 1003 ഐക്യപ്പെട്ട വിശ്വാസികൾ, മാമോദീസ വഴി ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട വിശ്വാസികൾ ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സ്വർഗീയ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ പങ്കുപറ്റുന്നു. പക്ഷേ ഈ ജീവിതം ദൈവത്തിൽ ക്രിസ്തുവിനോട് കൂടെ നിഗൂഢമായിരിക്കുന്നു. പിതാവ് അവിടുത്തോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ യേശു ക്രിസ്തുവിൽ അവിടുത്തോടുകൂടി ഇരുത്തുകയും ചെയ്തു. കുർബാനയിൽ അവിടുത്തെ ശരീരം കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ട നാം അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഈ ശരീരം എന്താണ്? ഈ ശരീരം ഇത് ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. ആ ഉയർത്തെഴുന്നേറ്റ ശരീരവും രക്തവും നാം ഭക്ഷിക്കുമ്പോൾ നമ്മളുടെ ശരീരവും നമ്മുടെ ജീവനും ആ ഉയർപ്പിൻ്റെ അനുഭവത്തിലാകുന്നു. വിശ്വസിച്ചാൽ മതി. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, നമ്മളിതെല്ലാം ആസ്വദിക്കുന്നു, നമ്മളിതെല്ലാം അനുഭവിക്കുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാകാത്തത് കൊണ്ട്, വിശ്വാസത്തിൽ വളരാത്തത് കൊണ്ട് ആ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നില്ല. മതി. നാം അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടുത്തോടുകൂടെ നാമും മഹത്വത്തിൽ കാണപ്പെടുകയും ചെയ്യും. അവസാനം ആ മഹത്വം നമ്മളിൽ ഇപ്പോൾ വരും. ഇതാണ് വലിയൊരു തീം, മഹത്വം. നമ്മൾ പാപം, അശുദ്ധി, വിശുദ്ധീകരണം, നീതീകരണം. ഇനി അടുത്ത ഒന്നാണ് മഹത്വീകരണം. അത് അടുത്ത ധ്യാനത്തിൽ പഠിക്കാം. ഈ നീതീകരണം, നീതീകരണം പോലെ തന്നെയുള്ള വലിയ നീതീകരണത്തിന് ശേഷമാണ് മഹത്വീകരണം. ഓക്കെ, താങ്ക് യു. ആ ദിവസത്തിൻ്റെ പ്രത്യാശയിൽ വിശ്വാസികളുടെ ശരീരവും ആത്മാവും ക്രിസ്തുവിലായിരിക്കുക എന്ന മഹത്വത്തിൽ പങ്കുപറ്റുന്നു. സ്വന്തം ശരീരത്തെ മാത്രമല്ല, ഏതൊരു വ്യക്തിയുടെയും, പ്രത്യേകിച്ച് പീഡ സഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ശരീരത്തെ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് ഇത് ആവശ്യപ്പെടുന്നു. അതാണ് നമ്മൾ മരിച്ച് മൃതസംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് എന്തോ ഒരു ആ പ്രാധാന്യം മുഴുവനും ഈ ശരീരം ഉത്ഥാനം ചെയ്ത് ഉത്ഥാനത്തിൽ ഇപ്പോൾ തന്നെ പങ്കുപറ്റിയിരിക്കുന്നതും അന്ത്യദിനത്തിൽ മഹത്വീകൃതമാകാനുള്ളതും ആയതുകൊണ്ടാണ്. എനിവേ, അപ്പോൾ ഇതാണ് ശരീരത്തിൻ്റെ ഉയർപ്പ്. നമുക്കൊന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഈ വിശ്വാസത്തിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിപ്പോൾ അങ്ങ് ക്രമീകരിക്കുക. ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. 1, അന്ത്യദിനത്തിൽ എൻ്റെ ശരീരം ഉയർക്കുമെന്ന് വിശ്വസിക്കുന്നു. 2, ഇപ്പോൾ തന്നെ കൂദാശകളിലൂടെ, മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും
കുർബാനയിലൂടെയും എൻ്റെ ശരീരം ഉയർപ്പിൽ പങ്കാളിയായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമ്മൾ സ്വന്തമാക്കുന്ന വലിയൊരു രൂപാന്തരീകരണം. ഇതൊക്കെയാണ് ആ വെള്ളം വീഞ്ഞായി. ലാസറിൻ്റെ വീട്ടിൽ അവസാനം ആ രൂപാന്തരീകരണം വെള്ളം വീഞ്ഞായത് തന്നെയാണ് ലാസറിൻ്റെ വീട്ടിൽ സംഭവിച്ചത്. ലാസറിൻ്റെ മാനുഷികവും എല്ലാം മാറി അവൻ മഹത്വത്തിലേക്ക് വന്നു. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവ മഹത്വം നിനക്ക് കാണാം ഇപ്പോൾ തന്നെ. ഇനി എളുപ്പമാണ് മരണം എന്ന് പറഞ്ഞാൽ. എന്താണ് അപ്പോൾ മരണം? 1005 ക്രിസ്തുവിനോട് കൂടി ഉയർക്കാൻ നാം ക്രിസ്തുവിനോട് കൂടി മരിക്കണം. കണ്ടോ, നാം ശരീരത്തിൽ നിന്ന് അകലുകയും കർത്താവിനോട് അടുത്തിരിക്കുകയും വേണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. മൃതരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും യോജിപ്പിക്കപ്പെടും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. മരണം എന്നത് നാം ഉയർപ്പിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഉയർക്കണമെങ്കിൽ മരിക്കണം. മരണമാകുന്ന ആ വേർപാടിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു. മൃതരുടെ ഉത്ഥാന ദിവസം അത് ശരീരവുമായി വീണ്ടും യോജിക്കപ്പെടുന്നു. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശരീരം ജീർണിക്കുന്നു എങ്കിലും ശരീരമുണ്ട് അവിടെ. നമ്മൾ ആ ജീർണിക്കുന്ന ഭാഗത്തിന് പകരം ഒരു അനശ്വരമായ ശരീരം ഉണ്ട്. ആ അനശ്വര ശരീരം അന്ത്യദിനത്തിൽ ഉയർപ്പിക്കപ്പെടും എന്ന്. വാസ്തവത്തിൽ എനിക്ക് ആരെങ്കിലും മരിക്കണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒട്ടും ദുഃഖമുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത് കേൾക്കുന്നവർക്ക് ഇത്തിരി പ്രയാസം ഉണ്ടാവും, പക്ഷേ എനിക്ക് പ്രയാസമൊന്നുമില്ല. എനിക്ക് ആരെങ്കിലും മരിക്കാനിരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും എനിക്ക് അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും വരാറില്ല. കാരണം മരിക്കാനിരിക്കുന്ന ആൾ മരിക്കട്ടെ. അയാൾ 10 ദിവസം കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു 10 ദിവസം നേരത്തെ മരിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താ? അയാൾ 5 വർഷം നേരത്തെ മരിച്ചെന്ന് ചോദിച്ചാൽ എന്താ പറയും? ഒന്ന് മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു, ഇതാ 2 കുരുവികളെ നിങ്ങൾ നോക്കുവിൻ, അതിൽ ഒന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴില്ല. മരണം ദൈവം അറിയാതെ ആരെങ്കിലും മരിക്കുമോ? ദൈവം അറിയാതെ ആരെങ്കിലും ജനിക്കുമോ? ജനനം പോലെ തന്നെയാണ് മരണം. ശരിക്കും മരണം ഒരു ജനനമാണ്. ഈ ജീവിതത്തിൽ നിന്നും നിത്യജീവിതത്തിലേക്കുള്ള ജനനമാണ് മരണം. കാരണം ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ സ്ഥായി ഘടകങ്ങളാണ്. നമ്മൾ ആരെങ്കിലും മരിക്കുമ്പോഴേക്കും കറുത്ത കൊടിയും കറുത്ത പേപ്പർ കട്ടിക്കും കറുത്ത ഇൻവിറ്റേഷൻ കാർഡ്, എന്താ പറയുക, അറിയിപ്പ് എല്ലാം കറുപ്പ് അടിച്ചു വച്ചിട്ട് എൻ്റെ ഇന്ന ആൾ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം ഞാൻ വ്യസനസമേതം അറിയിക്കുന്നു. ഈ കർത്താവിൽ നിദ്ര പ്രാപിച്ചതിൻ്റെ കാര്യം വ്യസനിക്കേണ്ട എന്താ ആവശ്യം പറയും? അപ്പോൾ ഇതൊക്കെ പറയുമെങ്കിലും എൻ്റെ അപ്പം മരിച്ചപ്പോൾ ഇത് തന്നെ അടിച്ചിറക്കി. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അടിച്ചിറക്കും? നാട്ടുകാരെന്തു പറയും? നാട്ടുകാർ അവൻ അപ്പം മരിച്ചിട്ട് അവന് ഒരു വ്യസനം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും കാലത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത്. എൻ്റെ അപ്പൻ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം ആത്മസന്തോഷത്തോടെ ഞാൻ അറിയിക്കുന്നു. ആത്മസന്തോഷത്തോടെ പറഞ്ഞു. ഇതൊക്കെയാണ് മാറേണ്ട കാര്യങ്ങൾ. അപ്പോഴാൾക്കാർ എടാ ഇതെന്താ ഇത് അവരെ കണ്ടിട്ടില്ല,
അറ്റ്ലീസ്റ്റ് പത്രത്തിൽ കൊടുക്കുമ്പോൾ കൊടുക്ക്. അപ്പം പറയാം നിങ്ങൾ അഭിഷേകാഗ്നിക്കാരാണെന്ന്. അപ്പം പറയും ഇവൻ അഭിഷേകാഗ്നിക്കാരനാണ്. എനിവേ, അപ്പോൾ മരണം, നമ്മൾ തുടക്കം മുതലേ ഈ മരണത്തിൻ്റെ പുറകെയാണ് നമ്മളില്ലേ. ഓൾറൈറ്റ്, മരണത്തെ സംബന്ധിച്ചാണ് 1006 മരണത്തെ സംബന്ധിച്ചാണ് മനുഷ്യൻ്റെ അവസ്ഥ ഏറ്റവും കൂടുതൽ ദുരൂഹമായിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ശാരീരിക മരണം സ്വാഭാവികമാണത്. പക്ഷേ വിശ്വാസം അനുസരിച്ച് അത് യഥാർത്ഥത്തിൽ പാപത്തിൻ്റെ വേദനമാണ്. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് മരണം കർത്താവിൻ്റെ മരണത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. അതിനാൽ അവർക്ക് അവിടുത്തെ ഉത്ഥാനത്തിലും പങ്കുചേരാൻ സാധിക്കും. അപ്പം നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പം നമ്മൾ ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ ആകണം. അതൊരു ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരുങ്ങിയിരിക്കുക, അതിനെക്കുറിച്ച് ആരെയും വിഷമിപ്പിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുക. 2 കുരുവികളെ നോക്കുവിൻ, അവയിലൊന്നുപോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴും. ഇത് കുരുവിയുടെ കാര്യം പറയാൻ വേണ്ടിയാണോ? നിന്റെ തലമുടി നാരുകൾ വരെ എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഭയങ്കര ദുഃഖമുണ്ടാകും. ഒരിക്കലും ഒരു സഹോദരി വന്നു, എൻ്റെ അടുത്ത് വന്നു. അവൾ പറഞ്ഞു, തോമസ് പോളെ, എവിടെ ദൈവം? എന്ത് ദൈവം? എൻ്റെ ഭർത്താവ് 7 മക്കളാണ് എനിക്കുള്ളത്. ഗാലറി മാതിരിയാണ്. ഈ 7 മക്കളെയും തന്നുകൊണ്ട് കർത്താവ് അയാളെ അങ്ങെടുത്തു. ഞാൻ എന്ത് ചെയ്യും? അയാൾ മരിച്ചു. പെട്ടെന്ന് നമുക്ക് കാര്യം ഇതൊക്കെ പറയുമെങ്കിലും അപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇനി ഞാൻ ചിന്തിക്കുകയാണ്, ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കും ദൈവമേ? ഇവരെല്ലാവരും കൂടി എൻ്റെ അടുത്ത് വിട്ടേക്കാണ് ഇവളെ ആശ്വസിപ്പിക്കാൻ. ആർക്കും ഇവളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അവളൊരു നിരീശ്വരവാദിയായി സാവധാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം അവൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവളോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ നീ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവ് എവിടെയാ ഇപ്പോൾ? എനിക്കറിഞ്ഞൂടാ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, നീ അറിയണം. ഞാനെങ്ങനെ അറിയണേ? അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട്. വിശ്വാസത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമ്മുടെ ആരാധന ശുശ്രൂഷകളിൽ നിന്നും നമ്മൾ അറിയണം. അതെങ്ങനെ അറിയാം? എനിക്ക് അതറിയാത്തത് കൊണ്ടാണ് നിൻ്റെ ഈ പ്രയാസം മുഴുവനും. ഞാൻ ചോദിച്ചു, ഓക്കെ, പെട്ടെന്ന് അറിയണത് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചു, നിൻ്റെ ഭർത്താവ് ഒരു ക്രിസ്ത്യാനി ആയിരുന്നോ? പിന്നല്ലേ, അയാൾ ട്രഡീഷണൽ ക്രിസ്ത്യനാണ്, മാമോദീസ സ്വീകരിച്ച്. അയാൾ വല്ലപ്പോഴും പള്ളിയിൽ പോകാറുണ്ടോ? പിന്നല്ലേ, അയാൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. അയാൾ കുർബാന സ്വീകരിക്കാറുണ്ടോ? അയാൾ എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചിരുന്നു. ഓക്കെ, പോയിന്റ്. അപ്പോൾ ഈ കുർബാന സ്വീകരണത്തിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുന്നത്? കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമായി നൽകുന്നു. അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയാണോ പറയണേ? കൂടാതെ കുർബാനയിൽ പറയുന്നുണ്ട്, ഈശോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ മരിക്കില്ല, അവൻ ജീവിക്കും. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവനിൽ ഞാൻ വസിക്കുന്നു, അവന് നിത്യജീവനുണ്ട്.
അപ്പോ അവൻ എവിടെയാ? ഇവളുടെ മുഖത്തുനിന്ന് ആ ദുഃഖം അങ്ങ് സാവധാനം മാറണത് നമുക്ക് കാണാം, നമുക്ക് ശരിക്കും കാണാം. ഈ കുർബാനയില്ലേ പ്രസന്നവദനരായി എന്നുള്ളത്, നമ്മുടെ പ്രാർത്ഥനയില്ലേ പ്രസന്നവദനരായി. അവളുടെ മുഖം ആ ദുഃഖം മുഴുവനും മാറി പ്രസന്നവദനയായി അവൾ. എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഞാനൊന്നും പറഞ്ഞില്ല, അവൾ തന്നെ പറഞ്ഞത് ശരിയാണല്ലോ. അദ്ദേഹം എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച അദ്ദേഹം തീർച്ചയായിട്ടും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ നന്ദി. ഇവളുടെ മുഖമങ്ങ് വികസിച്ചു. ഇനി അടുത്ത പോയിന്റ്, നിനക്ക് ഈ 7 മക്കളെയും ആരാ തന്നേ? അത് ദൈവം തന്നത്. ശരിക്കും ദൈവം തന്നത് തന്നെയാണോ? പിന്നെ അല്ലാണ്ട് അതിൻ്റെ അർത്ഥം നിന്റെ ഗർഭത്തിൽ ഈ സൃഷ്ടാവായ ദൈവം 7 പ്രാവശ്യം തൻ്റെ കരവേല കൊണ്ട് ഈ ദൈവത്തെ പോലെ 7 നിത്യജീവനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ദൈവം അതിനെ പരിപാലിക്കാതിരിക്കുമോ? അപ്പോൾ ജർമ്മൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ആദ്യം മുയൽ വരും പിന്നെ പുല്ല് വരും. ഇങ്ങനെയാണ്, എസ്റ്റ് കം ഹാസ് സെസ്റ്റ് കം ഗ്രാസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ മുയലിനെ സൃഷ്ടിച്ച ദൈവം അതിനാവശ്യമുള്ള പുല്ലുണ്ടാക്കാതിരിക്കുമോ? ഉണ്ടാക്കാതിരിക്കുമോ? അപ്പം ഇത് ഞാൻ പറഞ്ഞു, ആദ്യം മുയൽ വരും പിന്നെ പുല്ല് വരും. നിന്നെ കുഞ്ഞിനെ ദൈവമാണ് സൃഷ്ടിച്ചെങ്കിൽ ആ ദൈവത്തിനറിയാം. മൂന്നാമത്തെ പോയിന്റ്, ദൈവം ഈ പറഞ്ഞ ഈ 2 കുരുവിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ദൈവം അറിയാതെ ആരും മരിക്കില്ല. 4ാമത്തെ പോയിന്റ്, ദൈവം അറിയാതെ നിനക്ക് ഒരു കഷ്ടതയും തരില്ല. എന്ത് കഷ്ടത നിനക്കുണ്ടായിട്ടുണ്ടോ അതിനെ അതിജീവിക്കാനുള്ള ശക്തി അതോടൊപ്പം തരും. പ്രൈസ് ദി ലോർഡ്. ഇവൾ ഭയങ്കര സന്തോഷവതിയായി പോയി എന്നുള്ളതാണ്. അവൾ അത് കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോഴെല്ലാം പറയും, തോമസ് പോളി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ നിമിഷം നമ്മൾ തമ്മിൽ സംസാരിച്ച് നീ എന്നെ സഹായിച്ചു. അപ്പം നമ്മൾക്ക് ഈ മരണം എന്നത് എന്തോ സംഭവിച്ചങ്ങ് കഴിഞ്ഞുപോയി, എല്ലാം നശിച്ചു എന്നുള്ള ഒരു ചിന്ത കിടക്കുമ്പോൾ നമുക്ക് സന്തോഷമില്ല. മറിച്ച് മരണത്തിലൊന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം പ്രൊമോട്ടഡാണ്, പ്രൊമോഷനാണ് കിട്ടിയിരിക്കുന്നതെന്നും ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശുഭകരമായ പ്രത്യാശയിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് വിശ്വസിക്കുമ്പോൾ മാത്രമേ ആ വിധവയ്ക്ക് സന്തോഷമുണ്ടാവുള്ളൂ. ഒരുപാട് വിധവകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരും അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. ഈശോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വിധവകളോട് നിങ്ങൾ വളരെ സഹാനുഭൂതിയോടെ പെരുമാറണം. ഈശോ തന്നെ കണ്ണുനീരൊഴുക്കിയ വിധവയുടെ അടുക്കൽ ചെന്ന് അവൻ്റെ പുത്രനെ ഉയർപ്പിച്ചു. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു മോശമായ വശമാണ്. വിധവയായി കഴിഞ്ഞാൽ അവരെ പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും നോക്കില്ല, ആരും നോക്കില്ല. മറിച്ച് അവർക്കൊരു ആത്മീയമായ പ്രോത്സാഹനം കൊടുത്ത് അവരെ നമ്മൾ സഹായിക്കണം. ഓക്കെ, അപ്പം ഇതൊക്കെ എന്തിനാണാവോ പറഞ്ഞത്? ഇപ്പോൾ ഒരുപാട് പേർക്ക് മരിക്കാൻ ഭയങ്കര താല്പര്യം ഉണ്ടാവും, ധൃതി പിടിക്കണ്ട. ഓക്കെ, ഇനി ഇത്രയും മതി മരണത്തെക്കുറിച്ചില്ലേ. ഇവിടെ കുറേ ഇനി എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വായിക്കാം. ക്രൈസ്തവ വർണ്ണത്തിൻ്റെ അർത്ഥം, മരണം മനുഷ്യൻ്റെ പുനർജന്മമില്ല. തൻ്റെ മരണത്തെ, ഞാൻ ഇച്ചിരി വേഗം പോകേണ്ടി വരും, എന്നാലേ നമ്മുടെ ടൈം മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1020 തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ, വായിച്ചോളൂ. തൻ്റെ മരണത്തെ യേശുവിൻ്റെ മരണവുമായി ഐക്യപ്പെടുത്തുന്ന ക്രൈസ്തവൻ യേശുവിലേക്കുള്ള ആഗമനവും
നിത്യജീവിതത്തിലേക്കുള്ള പ്രവേശനവുമായി അതിനെ വീക്ഷിക്കുന്നു. മരണത്തോടടുക്കുന്ന വ്യക്തിയോട് സഭ ക്ഷമയുടെയും പാപമോചനത്തിൻ്റെയും വാക്കുകൾ അവസാനമായി പറയുമ്പോൾ ശക്തി പ്രദാനം ചെയ്യുന്ന അഭിഷേകം കൊണ്ട് അവസാനമായി അവനെ മുദ്രവെക്കുമ്പോൾ യാത്രയ്ക്കുള്ള ഭക്ഷണമായി ക്രിസ്തുവിനെ തിരുപാഥേയത്തിൽ നൽകുമ്പോൾ മധുരമായ ഉറപ്പോടെ ഇങ്ങനെ പറയുന്നു. ആ പ്രാർത്ഥന ഞാനൊന്ന് പ്രാർത്ഥിക്കാം. കാരണം നമ്മളാരും മരിക്കുമ്പോൾ കേൾക്കൂലല്ലോ. നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ ഈ ലോകത്തിൽ നിന്ന് അല്ലയോ ക്രൈസ്തവാത്മാവേ മുന്നോട്ട് പോവുക. നിനക്ക് വേണ്ടി പീഡകൾ സഹിച്ചവനും സജീവനായ ദൈവത്തിൻ്റെ പുത്രനുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ, നിന്റെ മേൽ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസ്തനായ ക്രൈസ്തവ മുന്നോട്ട് പോവുക. നീ ഇന്ന് സമാധാനത്തിൽ വസിക്കുമാറാകട്ടെ. നിന്റെ ഭവനം ദൈവത്തോടുകൂടി വിശുദ്ധ സിയോനിലായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മാതാവായ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപ്പിനോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും കൂടെ ഭൂമിയുടെ പൊടിയിൽ നിന്ന് നിന്നെ മെനഞ്ഞെടുത്ത നിന്റെ സൃഷ്ടാവിലേക്ക് നീ തിരിച്ചു പോവുക. നീ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധ മറിയവും മാലാഖമാരും എല്ലാം വിശുദ്ധരും നിന്നെ കണ്ടുമുട്ടാൻ വരുമാറാകട്ടെ. കണ്ട നമ്മുടെ വെൽക്കം പാർട്ടി. നിന്റെ രക്ഷകനെ മുഖാമുഖം കാണുവാനും നിത്യം ദൈവത്തെ ധ്യാനിക്കുവാനും നിനക്ക് സാധിക്കുമാറാകട്ടെ. ആമേൻ. ഇങ്ങനെ നമ്മളെ ഒരുക്കി അങ്ങ് അയക്കുകയാണ്. അപ്പോൾ മരണം എന്നത് ഇതാണ്. ഇനി അടുത്തത് തനത് വിധി. ക്രിസ്തുവിൻ്റെ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട ഈ കുരിശിൽ യേശു പീഡ സഹിച്ചതും മരിച്ചു, സംസ്കരിച്ചു, ഉയർപ്പിക്കപ്പെട്ടു, ഇത്രയും വലിയ ദൈവരഹസ്യങ്ങളെ സംഭവിച്ചിട്ടും അത് തിരസ്കരിക്കാനോ സ്വീകരിക്കാനോ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ അവസാന നിമിഷമാണ് മരണം. മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് വരെ ഇയാൾക്ക് ഈ പൊസിഷൻ മാറാം. അതാണ് മരണത്തിൻ്റെ ഒരു വശം. ഇനി തനത് വിധി എന്ന് പറയുന്നത്, വിധിയെപ്പറ്റി പുതിയ നിയമം പറയുന്നത് ഒന്നാമതായി അന്തിമ ദ്വിതീയാഗമന വേളയിൽ അവിടുന്നുമായുള്ള അന്തിമ സമാഗമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുന്നുവെന്ന് പലപ്പോഴും ഉറപ്പിച്ചു പറയുന്നുണ്ട്. ദരിദ്രനായ ലാസറിൻ്റെ ഉപമയും ക്രിസ്തു കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും, അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റു പല ഭാഗങ്ങളും ആത്മാവിൻ്റെ ഭാഗതീയത്തെപ്പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗതീയത്തെപ്പറ്റി പറയുന്നുണ്ട്. 1022 ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ ഉള്ള സ്വർഗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം. അപ്പോൾ തനത് വിധി എന്ന് പറയുന്നതാണ്. മരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിക്കും അനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ ആത്മാവിൽ അവരവർക്കുള്ള പ്രതിഫലം, ഒന്നുകിൽ നേരിട്ടുള്ള സ്വർഗം, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ ഉള്ള സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നവരെല്ലാവരും ശുദ്ധീകരിക്കപ്പെടാറും
ചിലവർ ശുദ്ധീകരണം ഇവിടെ വെച്ച് തന്നെ പൂർത്തിയായിട്ടുണ്ടാവും. ഇവിടെ വെച്ച് ശുദ്ധീകരണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോകേണ്ട ആവശ്യമില്ല. എന്താ വേണ്ടത്? നമുക്ക് ശുദ്ധീകരണ സ്ഥലത്തിൽ പോയിട്ട് പോകണോ, ഇവിടെ വെച്ച് തന്നെ നേരിട്ട് സ്വർഗത്തിൽ പോകണോ? നേരിട്ട് സ്വർഗത്തിൽ പോകാം. അതാണ് നേരിട്ടോ ശുദ്ധീകരണത്തിലൂടെയോ സ്വർഗഭാഗ്യത്തിലേക്കും, അല്ലെങ്കിൽ അവൻ ക്രിസ്തുവിനെ തിരസ്കരിക്കുകയും ക്രിസ്തു നൽകിയ ഈ രക്ഷാകര കരുണാകരമായ രക്ഷയെ തിരസ്കരിക്കുകയും മാരകമായ പാപത്തിൽ ജീവിക്കുകയും അനുതപിക്കാതെ മാരകമായ പാപത്തിൽ മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവൻ നരകത്തിൽ പോകും. അപ്പോൾ അത് ആ മരിക്കുന്ന നിമിഷം തന്നെ അത് തീരുമാനിക്കപ്പെടും. അതിനാണ് തനത് വിധി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് മരിക്കാറായിരിക്കുമ്പോൾ നമ്മൾ ആത്മാവിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുന്നു. കാരണം ഇനി ചിലവർ ദൈവത്തെ തിരസ്കരിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിരീശ്വരവാദികളുണ്ട്. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു മഞ്ഞപ്പത്രമായിരുന്നു ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പേപ്പർ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ ഫൗണ്ടർ ഒരു RK കരഞ്ചിയ. അയാളൊരു നിരീശ്വരവാദിയായിരുന്നു. എപ്പോഴും ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിനെയും കുറ്റം പറഞ്ഞുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും പേപ്പറിൽ എഴുതുമായിരുന്നു. ഇയാൾ അവസാനം രോഗിയായി, ഒരു ക്യാൻസർ രോഗിയായി ബോംബെയിൽ ഒരു ആശുപത്രിയിൽ കിടക്കുകയാണ്. മരണം നേരിട്ട് കാണുന്നൊരവസ്ഥയായി. ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇയാൾ ഭയാനകമായ ഒരു നിരാശയിലേക്ക്, എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത് നിന്നിരുന്ന ഒരു മലയാളി നേഴ്സ്, പ്രൈസ് ദ ലോർഡ്, അയാളോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, എന്നാൽ ഒരു അവസാന കൈയായിട്ട് അല്ലെങ്കിൽ ഒരു അവസാന പരീക്ഷണമായിട്ടെങ്കിലും ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് വിളിച്ച് നോക്കൂ. ഇയാളുടെ ബുദ്ധിയും ഇയാളുടെ എന്താ പറയുക, യുക്തി, താങ്ക് യു. ഇയാളുടെ യുക്തിയും ഇത്രയും നാൾ ഇയാൾ പറഞ്ഞതെല്ലാം ഒരു ഭയങ്കര ആന്തരിക സംഘർഷത്തിലേക്ക് വന്നു. ഇവിടെയാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അയാളൊരു ക്രിസ്ത്യാനിയുമായിരുന്നില്ല. ആരായാലും യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 1, 2, 3 വചനം പറയണതിലാണ് നമ്മളെല്ലാവരും സകല സൃഷ്ടിയും. റിഡംഡോറിസ് മിസ്സിയോ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാ അക്രൈസ്തവരായാലും എല്ലാവരും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനിൽ ജീവനുണ്ടായിരുന്നു, അവനെ കൂടാതെ ആരും ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ആരെ കൂടാതെ? വചനം. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം മുഴുവനും അവനിലൂടെ തന്നെയാണോ സൃഷ്ടിക്കപ്പെട്ടത്? എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു, അതാണ് ദൈവരാജ്യം. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? ആ പാലക്കാട് മൈതാനത്ത് കൺവെൻഷനൊക്കെ നമ്മൾ പാടി. ഓക്കെ, അപ്പോൾ ഈ RK കരഞ്ചി അവസാനം ഇയാളങ്ങ് വിളിച്ചു, ഓ ജീസസ് ക്രൈസ്റ്റ് ഹെൽപ്പ് മീ. എന്തിനു പറയണോ?